ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തിയപ്പോൾ ഇസ്രായേലിൻ്റെ നടപടിയെ അങ്ങേയറ്റം വിലപിച്ച സൗദി അറേബ്യ തങ്ങളുടെ സഹോദര രാഷ്ട്രത്തെ ആക്രമിച്ച ഇസ്രായേലിൻ്റെ നടപടി അങ്ങേയറ്റം ദൗർഭാഗ്യകരം, അതിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ സൗദി അറേബ്യ പിന്നീട് ഒരു വാക്ക് പോലും മിണ്ടിക്കണ്ടില്ല. തന്നെയുമല്ല, അറബ് ലോകത്തെ വൻ ശക്തികളായ കുവൈറ്റും സൗദി അറേബ്യയും ഖത്തറും UAEയും ഒമാനും ഒന്നും ഇറാനെ പിന്തുണയ്ക്കുന്ന ഒരു നടപടിയുമായി മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇറാനിൽ ഇസ്രായേൽ ഇത്രയേറെ ആക്രമണം നടത്തിയിട്ടും അറബ് ലോകത്തെ ഈ വൻശക്തികൾ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഇവിടെയൊക്കെ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഓരോരോ ഷെയ്ഖുമാരുടെ കീഴിൽ തങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷ അതിന് പ്രാധാന്യം കൊടുക്കുകയും അറബ് ലോകം ഒറ്റ ഒരു കാഴ്ചപ്പാടാണ് എന്നൊക്കെ പറയുമ്പോഴും തങ്ങൾക്ക് തങ്ങളുടെ കാര്യം എന്ന നിലപാട് തന്നെയാണ് ഇവർക്കൊക്കെ പ്രാധാന്യമെന്ന് തോന്നിപ്പോകുന്നു. ഈ അടുത്ത കാലത്ത് കണ്ടു, അറബ് ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങൾക്കും പൊതുവായ ഒരു വിസ, അതായത് അറബ് ലോകം സന്ദർശിക്കാനെത്തുന്ന വിസിറ്റിംഗ് വിസയിൽ വരുന്ന എല്ലാവർക്കും ഒറ്റ വിസയിൽ അറബ് രാജ്യങ്ങൾ മുഴുവൻ സന്ദർശിക്കാൻ കഴിയുന്ന തരത്തിലൊരു വിസ, അതായത് യൂറോപ്പിൻ്റെ മാതൃകയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കാൻ കഴിയുന്ന മാതൃകയിൽ അറബ് ലോകത്തിനും സ്വീകാര്യമാകുന്ന ഒരു വിസ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ഇത്രയേറെ അറബ് സ്നേഹം പുലർത്തുന്ന രാജ്യം, ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ ഇറാൻ്റെ കാര്യത്തിൽ എന്താ ഒരു മൗനം പാലിക്കുന്നത്? കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പറഞ്ഞ ഖത്തറും UAEയും സൗദി അറേബ്യയൊക്കെ തങ്ങൾ പ്രസിഡന്റ് ആയതിനു ശേഷം സന്ദർശിക്കുകയുണ്ടായി. പല രാജ്യങ്ങളുമായിട്ട് വളരെ നല്ല വിദേശ നയവും വിദേശ ഇടപാടുകളുമാണ് അമേരിക്കൻ പ്രസിഡന്റ് അന്ന് നടത്തിയത്. ഇതിനു ശേഷമാണ് ഇറാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. അമേരിക്ക ഇസ്രായേലിന് നല്ല തോതിൽ ആയുധങ്ങൾ നൽകുകയും വലിയ സപ്പോർട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇറാനിൽ ആണവ കരാർ ഉണ്ടായപ്പോൾ ആണവ കരാറിൽ നിന്ന് ഇറാൻ പിന്മാറണം എന്ന് അമേരിക്ക ആവശ്യപ്പെടുകയും പിന്മാറിയില്ലെങ്കിൽ ഇറാൻ അതിൻ്റെ ഭവിഷ്യത്ത് വലിയ തോതിൽ നേരിടേണ്ടി വരുമെന്ന് അമേരിക്ക പലതവണ താക്കീത് കൊടുക്കുകയൊക്കെ ചെയ്തു. എന്നാൽ ഈ അടുത്ത് ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തുമ്പോൾ അമേരിക്ക പറഞ്ഞു ഞങ്ങൾക്കിതിൽ പങ്കില്ല. എന്നാൽ അമേരിക്കയുടെ ഏതെങ്കിലും ഭാഗത്തേക്ക് ഇറാൻ്റെ ആക്രമണം ഉണ്ടായാൽ അത് ഇറാൻ്റെ നാശത്തിന് തന്നെ വഴിവെക്കുന്ന തരത്തിൽ ഇറാനെ നശിപ്പിച്ച് ഇറാൻ്റെ സർവനാശം കാണുന്ന തരത്തിൽ അമേരിക്കയുടെ ഭാഗത്ത് നടപടി ഉണ്ടാകുമെന്നാണ് അദ്ദേഹം അന്ന് വ്യക്തമാക്കിയത്. എന്നാൽ ഇസ്രായേൽ വലിയ തോതിലാണ് ഇറാനിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെ തന്നെ പലരും ഇതിനെ വലിയ ഭയപ്പാടോടെയാണ് തന്നെ കാണുന്നത്. എന്നാൽ ഈ നടപടിക്കെതിരെ ഈ അറബ് ലോകരാഷ്ട്രങ്ങളൊന്നും തന്നെ മിണ്ടാതെ